ഹലോ മക്കളെ, അർച്ചന മിസ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, ഓണം വെക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അല്ലേ നമ്മുടെ പഠിത്തത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെജോറിറ്റി ചാപ്റ്റേഴ്സും അവിടെ കവർ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കാണ് നമുക്ക് നമ്മുടെ ഇനി സ്കൂൾ കലോത്സവം വരുന്നത്, നമ്മളുടെ ശാസ്ത്രമേളയും അതുപോലെ തന്നെ ശാസ്ത്രോത്സവം കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടാകും അല്ലേ? അപ്പം നമ്മൾ ഇനി ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് സ്കൂളുകളിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാനുള്ള സമയവും കൂടെയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സും ബിസി ആയിരിക്കും. കുട്ടികളെയും കൊണ്ട് ഓരോ സ്കൂളുകളിലേക്ക് കലോത്സവത്തിനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത്, സബ് ജില്ലാ കലോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളും അതിൽ ഓരോ പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളും ബിസി ആയിരിക്കും. അപ്പം അതിനിടയിൽ ക്ലാസ്സിൽ ഒരു വഴിക്ക് ക്ലാസ് നടന്നു പോകുന്നുണ്ടാകും, അതിലൊരു സൈഡിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാംസുമായിട്ട് പോകുന്നുണ്ടാകും. ആൻഡ് ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്ത് വരുന്നത്, നമ്മുടെ ക്രിസ്മസ് എക്സാം, നമ്മുടെ സെക്കൻഡ് ടേം എക്സാം വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ സിലബസ് തീർന്നില്ല, പിന്നെ ഒരു ഓട്ടമാണ് അല്ലേ? സിലബസ് ഓടിച്ച് തീർക്കാനുള്ള ഒരു ഓട്ടം മത്സരമായിരിക്കും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ചിലപ്പോൾ നോക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ക്രിസ്മസ് എക്സാമിന് ഈ ഒരു പോർഷൻസ് സ്കൂളിൽ തീർത്തേ പറ്റുള്ളൂ. അപ്പോഴെന്താണ്, ഈ പ്രോഗ്രാമുകൾക്കിടയിൽ അതെങ്ങനെയും കുറച്ചൊക്കെ സെമിനാർ ടോപ്പിക്സ് ആയിട്ടും കുറച്ചൊക്കെ അസൈൻമെൻ്റ് ഒക്കെ ആയിട്ടും അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കുറേ മക്കൾക്ക് ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന മക്കൾക്ക് കുറേ മക്കൾക്ക് ക്ലാസ്സുകൾ മിസ്സാകാനുള്ള ചാൻസുകളുണ്ട് ആണല്ലോ. യെസ്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ ക്രിസ്മസ് എക്സാം വരുമ്പോഴായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് വേഗം ഒന്ന് തട്ടിക്കൂട്ടലായിട്ട് വേഗം പഠിച്ചു തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമൻസ്, മിസ് യൂട്യൂബിൽ ക്ലാസ് ഉണ്ടാവുന്നില്ലേ അല്ലേ, ക്ലാസ് എപ്പോഴാണ്? കാരണം ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ എക്സാം അടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് തോന്നുക, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഓണം എക്സാമിന് ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായൊരു പ്രശ്നം എന്താ? നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിയേ. ആ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പഠിച്ചപ്പോൾ പല മക്കൾക്കും അല്ലേ, ഇന്നലെ കൂടെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, മിസ് എല്ലാം പഠിച്ചിട്ടാണ് പോയത്, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്, ഒന്നും ഓർമ്മ വന്നില്ല എന്ന് പറഞ്ഞ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആ സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ വിചാരിക്കും ഫുൾ തറോ ആയിട്ടുണ്ട്, എനിക്കിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ച് എന്നോട് ചോദിച്ചോ, എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കമന്റ് ഉണ്ട്, മിസ് തറോ ആയിട്ടാണ് പഠിച്ചത്. യെസ്, നമ്മൾ ആ പഠിച്ച സമയത്ത് നല്ല തറോ ആയിരുന്നു, നമുക്ക് ആ ടെമ്പററി മെമ്മറി അവിടെ ഉണ്ട്. പക്ഷെ അത് ലോങ് ടേം മെമ്മറി ആയിട്ടില്ല. ലോങ് ടേം മെമ്മറി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ് റിവിഷൻ അത്യാവശ്യമാണ്. ആ റിപ്പീറ്റഡ് റിവിഷനിൽ മാത്രമേ നമുക്കത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാ സബ്ജക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്താ പറ്റുക, മറന്നു പോവും, എല്ലാം കൂടെ ഒരു അവിയൽ പരിവായി പോവും അല്ലേ? അപ്പോൾ ഇതിനിടയിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്മസ് എക്സാം അടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കുട്ടികളെല്ലാവരും എന്ത് ചിന്തിക്കുന്നു, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല, ഇത്രയും പോർഷൻസ് ഉണ്ട്, എന്താക്കും എന്ന് പറയുന്ന ഒരു ആവേശം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സമയത്ത് മാത്രമായിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്കിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് എൻ്റെ മക്കൾക്ക് ഈ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ സിലബസും പാറ്റേണും എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അത് ചിലപ്പം നിങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ SSLC +2 നമ്മുടെ 9ാം ക്ലാസ്സിലെ മക്കളായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. കാരണം അവർക്കൊരു ഒഫീഷ്യൽ ഓണം എക്സാം നടന്നതുകൊണ്ട് നിങ്ങളത് ഇപ്പം ടീച്ചേഴ്സ് ആയിരുന്നു സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം വരുമ്പം അതേ അവസ്ഥ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമിലൊക്കെ വന്നതുപോലെ തന്നെ എന്തുണ്ടാകും, ആ പാറ്റേണിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സൊക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേ രീതിയിലായിരിക്കും എൻ്റെ കുട്ടികൾ ഇനി ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ 10ാം ക്ലാസ് വരെ പോലെ 9ാം ക്ലാസ് വരെ പോലെ അല്ല, നിങ്ങളുടെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികമുണ്ട്, കണ്ടന്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത്ര അധികമുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള പഠിത്തം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല,
ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാപ്പി ന്യൂസാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള ഒരു കാര്യമായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ +1 അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സ്കൂളിലുള്ള ഈ യുവജനോത്സവം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കലോത്സവം കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ പോകണം, നമ്മുടെ പഠിത്തവും കൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ അത് നമുക്ക് പഠിത്തത്തിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് എന്താണ് നമ്മൾ ലൈവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ചാപ്റ്റർ ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ കലോത്സവത്തിന് പോയി, നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ് മിസ്സായി, പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് അന്ന് ചിലപ്പോൾ നിങ്ങൾ കലോത്സവത്തിനൊക്കെ പോയി വന്നതിന് ശേഷം നിങ്ങൾ ക്ഷീണിച്ചാണ് വീട്ടിലെത്തുന്നത്, അന്ന് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അന്ന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഇനി എന്തൊക്കെ പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ സിലബസ് തീർക്കാനുള്ള ഓട്ടത്തിൽ നിങ്ങൾ പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങളെ പെടുത്താൻ മിസ്സോ നമ്മുടെ എക്സാം വിന്നർ ഒന്നും സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് ലൈവ് ക്ലാസ് ഉള്ളത്. ദെൻ നിങ്ങൾക്ക് അത് മിസ്സായി കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇനിയിപ്പോൾ ചില മക്കൾക്കൊക്കെ ആണെങ്കിൽ ചില പീരീഡ് ഒക്കെ ആയിരിക്കും മിസ് ചെയ്യുന്നത്, ചിലപ്പോൾ പ്രാക്ടീസിനൊക്കെ പോയിട്ട്. അങ്ങനെ ആകുമ്പോൾ ചില ടോപ്പിക്സ് ആയിരിക്കും മിസ്സാവുന്നത്. അങ്ങനെ ടോപ്പിക്സ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് മാത്രം മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലേണിംഗ് വീഡിയോസ് കാണണോ, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓരോ ചാപ്റ്ററിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ലേണിംഗ് വീഡിയോസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ ലേണിംഗ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ചിലപ്പോൾ അതൊരു അരമണിക്കൂറിന് ലേണിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും. ചില ടോപ്പിക്സ് കുഞ്ഞാണെങ്കിൽ 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കുഞ്ഞ് സമയം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. ഒരു തരത്തിലും എൻ്റെ കുട്ടികളെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്, അതെൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നിങ്ങളിപ്പോൾ +1 നമ്മൾ കുഞ്ഞു മക്കൾ കളിച്ചതുപോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിത്തം നമുക്ക് ശരിയാവില്ല. അത് നിങ്ങൾക്ക് ഓണം എക്സാമിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലോ. 5ഉം 6ഉം ചാപ്റ്റേഴ്സ് ഒക്കെയാണ് എന്തിലുള്ളത്, നിങ്ങളുടെ ഓണം എക്സാം പോർഷനിലുള്ളത്. ക്രിസ്മസ് എക്സാം ആകുമ്പോൾ അത് കൂടുകയുള്ളൂ. ഓക്കെ, ഇനി ഈ കോൺസെപ്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉള്ളത്. അപ്പോൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വർക്ക്ഷീറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വർക്ക്ഷീറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതേണ്ടത്, അതിന് എത്ര മാർക്കിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഇതിൻ്റെയൊക്കെ ആൻസർ നമ്മുടെ ഈ ഒരു വർക്ക്ഷീറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണോ, അതിൻ്റെ വീഡിയോ ക്ലാസ്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ട് ഉണ്ടാകും, ആ PYQ ക്വസ്റ്റ്യൻസ് എടുക്കുക, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് സംശയം തോന്നുന്നതിന് മാത്രം നിങ്ങൾ വീഡിയോ സൊല്യൂഷൻ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒത്തിരി സമയം അവിടെ നഷ്ടമാവില്ല. ഇനി ഓരോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇപ്പോൾ നമ്മൾ ഓണം എക്സാമിന് മുൻപ് നിങ്ങൾക്കൊരു മോഡൽ എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, മോഡൽ എക്സാംസ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററും ഏത് രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയാലും, ഏത് രീതിയിൽ നിങ്ങളുടെ പാറ്റേൺ ചേഞ്ച് ചെയ്താലും എൻ്റെ കുട്ടികളെ അത് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിലെ ഓരോ ഫീച്ചേഴ്സും. ഓക്കെ, അപ്പം ഈ രീതിയിൽ എൻ്റെ കുട്ടികൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. 4000 രൂപയുടെ ബാച്ചാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ്, ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ട് 3799 കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇനി അതുമല്ല മിസ് ഇത്രയും കാലം ഉഴപ്പി, ഇനി ഞങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പഠിക്കാൻ പറ്റുമോ? മക്കളെ, നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു വെക്കേഷനാണ്. നമുക്ക് ഈ വെക്കേഷൻ വെറുതെ സമയം കളയാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ നമുക്ക് പഠിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു വെക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് എൻ്റെ മക്കൾ അത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ തുറക്കുന്ന സമയത്ത് ആ ഒരു ട്രാക്കിൽ നമ്മൾ September 8 നമ്മൾ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഒരു കാരണവശാലും എൻ്റെ കുട്ടികളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
പറയാം. കാരണം മിസ് ഉണ്ട്, അലക്സ് സാർ ഉണ്ട്, അലൻ സാർ ഉണ്ട്, ATR മിസ് ഉണ്ട്, ദിൽഷ മിസ് ഉണ്ട്, ഞങ്ങളെല്ലാവരും, സ്നേഹ മിസ് ഉണ്ട്, എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ടീച്ചേഴ്സ്, നമ്മുടെ കംപ്ലീറ്റ് ഫാക്കൽറ്റീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ടീം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാണ്? നിങ്ങൾ നല്ല സ്കോർ വാങ്ങിക്കാനും നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് എൻ്റെ മക്കൾ ടെൻഷൻ അടിക്കണേ? ഓക്കെ, നമ്മൾ ആകെ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിനുള്ള സമയവും സൗകര്യവും കാര്യങ്ങളും നമ്മൾ തന്നിട്ടുണ്ട്. അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി വെക്കേഷൻ, ഹാപ്പി ഓണം. ടെൻഷനൊന്നും വേണ്ട, നമ്മുടെ എക്സാമിൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ അഗ്നി ബാച്ചിൽ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, ഞങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കും.